നല്ല ടേസ്റ്റുണ്ട്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഇപ്പോൾ ബൺ മസ്കയും ഇറാനി ചായ ആണല്ലോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ കുക്കിംഗ് സക്സസ്ഫുൾ ആയതുകൊണ്ട് ഒന്നുകൂടെ ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ച് അത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസ് അങ്ങ് ഒഴിക്കും. വാനില എസൻസ് ഒഴിച്ചപ്പോൾ ഓവറായെന്നാണ് ഞാൻ വിചാരിച്ചത്. കുഴപ്പമില്ല, സംഭവം കറക്റ്റ് അളവിന് തന്നെയായിരുന്നു. പിന്നെ ബൺ പാക്കറ്റും കടിച്ചു മുറിച്ച് ആ ബണ്ണെടുത്ത് രണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് ഈ ഉണ്ടാക്കി വെച്ച ആ ഐറ്റം ഇതിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ചു. കണ്ടപ്പോൾ തന്നെ മനുഷ്യന് നല്ല കൊതി വന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫുൾ ഐറ്റം കഴിഞ്ഞിട്ട് മതി എന്ന് വെച്ചു. അപ്പം ഞാൻ ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കള മൊത്തം കുളമാക്കി. പാല് ചൂടാക്കാൻ നോക്കി അടുക്കള ഏകദേശം കത്തിക്കേണ്ട ലെവൽ വരെ ഞാൻ എത്തി. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇറാനി ചായ ആവത്തില്ല, ഏലക്ക ചായ ആയിരിക്കും ആവുന്നത്. പിന്നെ എന്തായാലും തുടങ്ങിയല്ലേ എന്നും പറഞ്ഞ് അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ട് ഒരു ഏലക്ക ചായ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. സംഗതി കുഴപ്പമില്ല, ഭംഗിയായിട്ടൊക്കെ തന്നെ വന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കലക്കിയാണ് ഞാൻ എടുത്തത്. ലാസ്റ്റിൽ ഈ പറയുന്ന ബൺ മസ്ക ഏലക്ക ചായയിൽ മുക്കി ഞാനങ്ങ് കഴിച്ചു. സത്യം പറയാലോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല, നല്ല രീതിയിലാണ് വന്നത്. സോ അടുത്ത് എന്ത് ഐറ്റം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യും. എനിക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഗൈസ്.